ഞാൻ അതിശയിച്ചു പോയി. ഒരു ഉടമ്പടി ഉറപ്പിക്കുന്ന ഒരു സെന്റർ, മാതാവിനോടാണ് ഉടമ്പടി ഉറപ്പിക്കുന്നത്. മാതാവിന്റെ കുഞ്ഞിനെ ഇന്ന സൗഖ്യം നൽകി. മാതാവ് എൻ്റെ കുഞ്ഞിന് സി പോലിരുന്ന കാല് എ പോലെയാക്കി. മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ എനിക്ക് IELTS പാസ്സാക്കി. മാതാവ് എൻ്റെ തലവേദന എടുത്തു മാറ്റി. എല്ലാം മാതാവ് ചെയ്തു. ഞാൻ ആലോചിച്ചു, ദൈവമേ, ഈ യേശു ഇപ്പൊ എവിടെ പോയിരിക്കുക? അതോ ഇനിയില്ലല്ലോ കൂടാരക്കാരന്മാര് പറയുന്നത് പോലെ മാതാവും ദൈവമായോ? ആകെ എനിക്കങ്ങ് അത്ഭുതം. ഈ യേശു എന്തിനാ ഈ കാൽവരിമല മരിച്ചത്? ചെയ്യുന്നത് മൊത്തം മാതാവാണല്ലോ. ഞാനിങ്ങനെ ഇരുന്ന് അതിശയിക്കുക. തമ്പുരാൻ ഇപ്പൊ ഉറക്കമാണ്. ഈ കുറെ കഴിയുമ്പോൾ ഞങ്ങളെല്ലാം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കുറെ ഈ പ്രസംഗിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ശരീരമൊക്കെ തളർന്ന് ഇരിക്കുമ്പോൾ ശിഷ്യന്മാരടുത്ത് പറയും, പോയി ധ്യാനം നടത്തടാ എന്ന് പറയും. എന്നിട്ട് ധ്യാനം നടത്തി എൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് കൊണ്ടുപോടാന്ന് പറയും. അപ്പൊ എല്ലാ ഗുരുക്കന്മാരും ഉണ്ടെങ്കിൽ ശിഷ്യന്മാരെല്ലാം കൂടെ സടുകൂടാന്ന് എഴുന്നേറ്റ് പോയി ഒരു ധ്യാനമൊക്കെ നടത്തി വിജയിപ്പിച്ച്, ഭയങ്കര ധ്യാനമായിരുന്നു. വെരി ഗുഡ്, നന്നായിരിക്കട്ടെ എന്ന് പറയുന്നത് പോലെ യേശു പറഞ്ഞു, 2000 വർഷമായി ഞാൻ ഇരുന്ന് ഓരോന്നിന്റെ ചൊറിയും സൗഖ്യപ്പെടുത്തി, കൈയും സൗഖ്യപ്പെടുത്തി, ഓരോന്നിന്റെ കുഷ്ഠവും എടുത്ത് മാറ്റി. മടുത്ത്, ഇനി നിങ്ങളൊക്കെ പോയി ചെയ്യും. അങ്ങനെ ഇനി മാതാവെല്ലാം ഇറങ്ങിയതാണോ എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ വചനത്തിൽ പറയുന്നു, അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ ഇടയ്ക്ക് പോയി വിശ്രമം ഇരിക്കുന്നവനല്ല. അവൻ ഇടയ്ക്ക് പോയി വിശ്രമിക്കാൻ ഇരിക്കുന്നവനല്ല. അവന് രാത്രിയും പകലും വിശ്രമമില്ല. അവന്റെ മക്കളെ ചേർക്കുമ്പോഴും അവൻ ഉണർവോടെ പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. അപ്പൊ പിന്നെ ഇതാരാണ്? അപ്പൊ പിന്നെ ഇതെന്തൊരു അത്ഭുതമാണ്! ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? യേശുവിന്റെ പേരില്ല. ഞാൻ പറയുക, നിങ്ങൾ വേറൊന്ന് നിങ്ങൾക്ക്, ഞാനിത് എടുക്കുന്ന മാതാവിനെതിരെ അല്ല കേട്ടോ. മാതാവിനെതിരെയാണെന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ. മാതാവിനെ യേശുവിന്റെ അടുത്ത് സ്വസ്ഥമായിട്ട് ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. മാതാവ് നമ്മുടെ മാതാവ് നല്ല മാതാവാണ്, നല്ല സ്നേഹമുള്ള മാതാവാണ്. നമ്മളുമായിട്ട് ഒരു പിണക്കമില്ല, ഞങ്ങൾ ഭയങ്കര കൂട്ടുവാണ്. അതവിടെ ഇരിക്കട്ടെ. ഈ മനുഷ്യൻ അച്ചായന്മാരുണ്ടാക്കുന്ന ചില മാതാവുണ്ട്. അത് മറ്റേ സ്വർഗത്തിൽ ഇരിക്കുന്ന മാതാവിനോട് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ലെന്ന് പറയും. സമം പിടി കിട്ടിയോ? അപ്പൊ അതിനെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി, അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി